ഇപ്പോൾ പത്തനംതിട്ടയിൽ ജിതിൻ ഷാജിയുടെ മൃതദേഹം ഇപ്പോൾ കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോന്നി മെഡിക്കൽ കോളേജിൽ നിന്നാണ് മൃതദേഹം ഇപ്പോൾ പുറത്തേക്കെടുക്കുന്നത്. ഇനി ഇവിടെ നിന്ന് വിലാപയാത്രയായി ജിതിൻ്റെ നാട്ടിലേക്ക് പോകും. അങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പ്രിയപ്പെട്ട സഖാവാണ് ഇപ്പോൾ നമ്മളെ വിട്ട് യാത്രയാകുന്നത്. സംഘപരിവാറിന്റെ കൊലക്കത്തിക്കിരയായി ഒരു മനുഷ്യൻ കൂടി, ഒരു സഖാവ് കൂടി മടങ്ങുകയാണ്, നമ്മളെ വിട്ട് യാത്ര പറഞ്ഞു പോവുകയാണ്. ഏറ്റവും ദുഃഖകരമായ വേദന നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ജിതിൻ ഷാജി. നാട്ടുകാരുടെ എല്ലാ പ്രശ്നത്തിലും രാപ്പകലില്ലാതെ ചെങ്കൊടി പുതപ്പിക്കുകയാണ് മൃതദേഹത്തിൽ. ഒരു സഖാവിന്റെ അവസാനത്തെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് ചെങ്കൊടി പുതച്ച് മടങ്ങണം എന്നതിൻ്റെ ആ ആഗ്രഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാർട്ടി ഏറ്റവും ആദരവോടെ, ഏറ്റവും ബഹുമാനത്തോടെ പ്രിയ സഖാവിനെ യാത്രയാക്കുകയാണ്. ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഏറ്റവും സങ്കടത്തോടെ, കാരണം ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്ന സഖാവാണ്, എന്തിനും ഏതിനും കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട നാട്ടുകാരനാണ്, കൂട്ടുകാരനാണ്. അങ്ങനെ ഒരാളാണ് നമ്മളെ വിട്ട് മടങ്ങിപ്പോകുന്നത്. അതും രാഷ്ട്രീയ കൊലപാതകം എന്ന് തന്നെ നമുക്കതിൽ വിശേഷിപ്പിക്കേണ്ടി വരും. സ്വന്തം രാഷ്ട്രീയം ഏറ്റവും ഉച്ചത്തിൽ, ഏറ്റവും ഉയർന്ന രീതിയിൽ പറഞ്ഞതിനാണ് ഈ കൊലപാതകം, അല്ലെങ്കിൽ ഇതുപോലൊരു അവസ്ഥ ആ മനുഷ്യന് ഉണ്ടാവേണ്ടി വന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പക്ഷേ അപ്പോഴും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ, അതിനെ വ്യക്തിവൈരാഗ്യത്തിന്റെ കള്ളിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ്. അവരെയൊക്കെ ഈ നാട് തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഏറ്റവും ദുഃഖകരമായ അന്തരീക്ഷത്തിൽ, ഏറ്റവും സങ്കടം നിറഞ്ഞ അന്തരീക്ഷത്തിൽ പ്രിയ സഖാവ് ജിതിന് യാത്രാമൊഴി നൽകുന്നു. പ്രിയപ്പെട്ട സഖാക്കൾ, എന്നും അറിവ് വച്ച കാലം മുതൽ കൂടെ ഉണ്ടായിരുന്ന സഖാക്കളാണ്, എന്തിനും ഏതിനും ഒപ്പമുണ്ടായിരുന്ന മനുഷ്യരാണ് ഇന്നിപ്പോൾ ജിതിന് ചുറ്റും കൂടി നിൽക്കുന്നത്. അവരുടെയൊക്കെ മുഖങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരിറ്റ് കണ്ണുനീർ ഇങ്ങനെ പൊഴിയാൻ ബാക്കി നിൽക്കുന്നത്. അത്രമാത്രം സങ്കടത്തോടെ, അത്രമാത്രം വേദനയോടെ പ്രിയപ്പെട്ടവന് യാത്രാമൊഴി നൽകുന്ന ഒരു വലിയ കൂട്ടം പ്രിയ സഖാക്കളെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് വിലാപയാത്രയായി നേരെ പോകുന്നു ജിതിൻ്റെ നാട്ടിലേക്ക്, പെരുന്നാട്ടിലേക്ക്. അവിടെ നൂറുകണക്കിന്, ആയിരക്കണക്കിന് മനുഷ്യർ കാത്തു നിൽക്കുന്നുണ്ട് അവസാനമായി പ്രിയ സഖാവിനെ കാണാനായി. ചെങ്കൊടി പുതപ്പിക്കുകയാണ്, ചെങ്കൊടി പുതച്ച് മടങ്ങുകയാണ്. ഒരു സഖാവിന്റെ ജീവിതയാത്രയിൽ ആഗ്രഹിച്ചവന്, എന്നും ചെങ്കൊടി നെഞ്ചോട് ചേർത്തവന് ആ നെഞ്ചിൽ പുതപ്പിക്കുകയാണ് പതാക, ചെങ്കൊടി. ഒരു സഖാവിന്റെ ജീവിതയാത്രയിൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ട യാത്രാ ചടങ്ങ് ഇത് തന്നെയായിരിക്കും. ചെങ്കൊടി പുതച്ചു മടങ്ങുക എന്നതാണ് ഒരു സഖാവിനെ സംബന്ധിച്ച് അയാളുടെ സഖാക്കളുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ അതെ കടന്നു പോവുക എന്നത് ഏറ്റവും വികാരഭരിതമായ അന്തരീക്ഷം തന്നെയാണ് നിഷ. ഏറ്റവും വികാരഭരിതമായ അന്തരീക്ഷം, ഏറ്റവും സങ്കടത്തോടെ, കണ്ണുനീരോടെ യാത്ര പറഞ്ഞ് വിളിക്കുന്ന മുദ്രാവാക്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, മനു. കാരണം ഓരോ സഖാവും വിട പറയുമ്പോൾ, അതും പ്രത്യേകിച്ച് ഇത്തരത്തിൽ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം എന്ന് പറയുന്നത്, എന്തിനും ഏതിനും കൂടെ നിന്ന ഒരാൾ പെട്ടെന്ന് സുപ്രഭാതത്തിൽ കൊലക്കത്തിക്കിരയായി ജീവിതം അവസാനിച്ചു പോകുമ്പോൾ, ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, അത്രയ്ക്ക് പ്രായമായിട്ടൊന്നുമില്ല ജിതിന്. ഈ നാട്ടുകാരുടെ ഏതാവശ്യത്തിനും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ, സഖാവ് വിട പറയുകയാണ്. പാർട്ടി ചെമ്പതാക പുതപ്പിച്ച് ജിതിന് യാത്രയയപ്പ് നൽകുകയാണ്. പ്രിയ സഖാവിനെ യാത്രയയക്കുകയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി. ഏറ്റവും ഹൃദയഭേദകമായ ഒരു ദൃശ്യം കൂടിയാണ് മനു നമ്മളിപ്പോൾ കണ്ടു നിൽക്കുന്നത്. സഹിക്കാൻ പറ്റാത്ത ഒരു ദൃശ്യം കൂടിയാണ് ഇത്. എത്രയൊക്കെ ഒരു സഖാവിനെ സംബന്ധിച്ച് പറയുമ്പോഴും പാർട്ടി പതാക പുതച്ച കിടക്കുക എന്ന് പറയുന്നത് അന്ത്യാഭിലാഷമായി പറയുമ്പോഴും കണ്ടു നിൽക്കുന്നവർക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ദൃശ്യങ്ങൾ കൂടിയാകുന്നുണ്ട് മനു. കാരണം ഈ ദൃശ്യങ്ങൾ ആവർത്തിക്കരുതേ എന്ന് പറഞ്ഞ് വെക്കുമ്പോഴും ഇത്തരം ദൃശ്യങ്ങൾ നമ്മുടെ കൺമുന്നിലേക്കും വരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനെ ന്യായീകരിക്കാൻ, അതിനെ വെളുപ്പിക്കാൻ ചില ആളുകൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടനെഞ്ച് പൊട്ടി സഖാക്കൾ മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്നത്. ജിതിന് യാത്രാമൊഴി നൽകുകയാണ്. പ്രിയപ്പെട്ടവനെ നാട്ടിലേക്ക് മടക്കി അയക്കുകയാണ്. ഇനിയൊരു തിരിച്ചുവരവില്ല, ഇനിയൊരു ഒരുമിച്ചൊരു ഒരു സമരത്തിനോ ഒരു പാർട്ടി പരിപാടിക്കോ പോകാൻ കഴിയില്ല എന്ന വലിയ ചിന്ത, വലിയ സങ്കടം അവരുടെ എല്ലാവരുടെയും മുൻപിലുണ്ട്. പ്രിയപ്പെട്ട സഖാവിന് അതെ നെഞ്ചിൽ പുറച്ച് മടങ്ങുകയാണ്, ചെങ്കൊടി പുറച്ച് മടങ്ങുകയാണ് പ്രിയപ്പെട്ട സഖാവ് ജിതിൻ. യാത്രാമൊഴി നൽകുന്നു ഒരു നാട്, പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട്. ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ
ചെമ്പതാക പുതപ്പിച്ച് മടങ്ങുകയാണ്. ജിതിനിത യാത്ര ചോദിക്കുകയാണ്, നമ്മളോടൊക്കെ യാത്ര പറഞ്ഞ് മടങ്ങുകയാണ്. പെരുന്നാട്ടിലെ ഒരു പ്രിയപ്പെട്ട സഖാവായിരുന്നു. ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ എല്ലാ ആകുലതകൾക്കും എല്ലാ വിഷമങ്ങൾക്കും ഒപ്പം നിന്ന, അവരുടെ സങ്കടങ്ങളിൽ കൈപിടിച്ച, എല്ലാ പൊതുകാര്യങ്ങളിലും ഓടി നടന്ന ഒരു പ്രിയപ്പെട്ട സഖാവ്. ആ സംഭവം നടന്ന ദിവസം നമ്മളോട് അവിടെ നിന്ന് സംസാരിച്ച മനുഷ്യരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഞങ്ങളൊരു വാക്ക് വിളിച്ചാൽ ഏത് രാത്രിയിലും ഏത് നേരത്തും ഓടിയെത്തുന്ന ഒരു സഖാവ് കൂടിയായിരുന്നു ജിതിനെന്ന് നമ്മളോട് എല്ലാവരും പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതേപോലൊരു സാഹചര്യത്തിൽ തന്നെയാണ് ജിതിൻ കൊല്ലപ്പെട്ടതും. ഇതുപോലൊരു പ്രശ്നത്തിൽ സംസാരിക്കാൻ പോയപ്പോൾ, ഒരു പ്രശ്നം പരിഹരിക്കാൻ പോയപ്പോഴാണ് ജിതിനെ മരണം തേടിയെത്തിയത്, അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കൊലക്കത്തി തേടിയെത്തിയത് എന്ന് നമുക്ക് ഉറക്കെ പറയേണ്ടി വരും. പക്ഷേ ആ രക്തസാക്ഷിത്വം പാഴാകില്ല എന്ന് നമ്മളോട് സംസാരിക്കുന്ന ഓരോ മനുഷ്യരും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ജീവിക്കും ഞങ്ങളിലൂടെ എന്ന് അവർ ഉറക്കെ നമ്മളോട് പറയുന്നുണ്ട്. ഏറ്റവും സങ്കടത്തോടെ അല്ലാതെ ഈ കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ല. കണ്ടു നിൽക്കുന്ന ഓരോ മനുഷ്യരുടെയും മുഖത്ത് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഇനിയും പൊഴിയാൻ ബാക്കി നിൽക്കുന്നുണ്ട്. അത്രമാത്രം മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്, നോവിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ. ഒരു ജീവൻ കൂടി, ഒരു സഖാവ് കൂടി മടങ്ങുകയാണ്, യാത്ര ചോദിക്കുകയാണ്. ഇനിയൊരു മടക്കമില്ല നമ്മളിലേക്ക്, ഇനിയൊരു തിരിച്ചുവരവില്ല നമ്മുടെ ഇടയിലേക്ക്. പ്രിയപ്പെട്ട സഖാവ് ഓർമ്മകൾ മാത്രം ബാക്കി വെച്ച് ജീവിതയാത്ര അവസാനിപ്പിച്ചു മടങ്ങുന്നു. അവസാനിച്ചതല്ല, അത് അവസാനിപ്പിച്ചതാണ് എന്ന് നമ്മൾ ഉറക്കെ പറയേണ്ടി വരുന്ന ഒരു കാലം കൂടിയാണ്. പക്ഷേ എന്നും ഞങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടാകും എന്ന ഉറപ്പ് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയുക. നിങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഏറ്റവും ഉന്നതമായ രീതിയിൽ, നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ചെങ്കൊടി ഏറ്റവും ഉയരത്തിൽ പാറിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന ഉറപ്പ് പ്രിയ സഖാക്കൾ. സമരവേദിയിൽ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ഓരോ മുദ്രാവാക്യവും ഏറ്റുവിളിച്ചുകൊണ്ട് ആ പോരാട്ടം തുടരാൻ പ്രിയപ്പെട്ട സഖാക്കൾ നിങ്ങൾക്ക് പിറകിൽ തന്നെയുണ്ട്. പ്രിയപ്പെട്ട ജിതിൻ ഷാജി ഈ അന്ത്യയാത്രയിൽ അവരെ ഒന്നാകെ ചേർന്ന് നിൽക്കുന്നുണ്ട്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, കണ്ടമിടറിക്കൊണ്ടാണെങ്കിലും മുദ്രാവാക്യം വിളിച്ച് യാത്രാമൊഴിയേകുകയാണ് പ്രിയ സഖാവ് ജിതിൻ ഷാജിക്ക്. ഇന്ന് 2 മണിയോട് കൂടിയായിരിക്കും ജിതിൻ ഷാജിയുടെ സംസ്കാരം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്രകാരമാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഹർത്താൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ജനപിന്തുണയും ആ ഹർത്താലിന് വരുന്നു എന്നത് ജിതിൻ ഷാജിക്ക് ഏത് രീതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സഖാവിന് യാത്രാമൊഴി നൽകുന്നു. ചെങ്കൊടി പുതച്ച് മടങ്ങുകയാണ്. ഇനി ആ നാട്ടിലെ മനുഷ്യർക്കിടയിലേക്ക് അവസാന യാത്രയ്ക്ക് ഇതാ കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് പുറപ്പെടുകയാണ്. ഏറ്റവും സങ്കടത്തോടെ കണ്ണു നിറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളും സുജുവിനോട് സംസാരിക്കുന്നത്. അങ്ങനെയല്ലാതെ നമുക്ക് ആ കാഴ്ച കാണാനും കഴിയുന്നില്ല. തീർച്ചയായിട്ടും മനു, അങ്ങനെ തന്നെയാണ്. ഏറെ സങ്കടത്തോടെയാണ് ആളുകൾ ഇവിടെ നിൽക്കുന്ന ആളുകൾ. അവർക്ക് വിങ്ങി പൊട്ടാതിരിക്കാൻ സാധ്യമല്ല. തങ്ങളുടെ പ്രിയപ്പെട്ട ജിതിൻ ഷാജിയുടെ വേദനയേറ്റ ശരീരമാണ് ഇപ്പോൾ അവർ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഏറെ സന്തോഷകരമായി പാർട്ടി പ്രവർത്തനം, അതുപോലെ പൊതുജീവിതം നയിച്ച ഒരു വ്യക്തിയെ RSSന്റെ സംഘപരിവാർ കൊലപാതകാരികൾ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. പാർട്ടി പതാക CPM ജില്ലാ സെക്രട്ടറി രാജു ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി പതാക കത്തിച്ചിരിക്കുന്നത്. അതിനുശേഷം മുദ്രാവാക്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ശരീരം ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ വിലാപയാത്രയെ കോന്നിൽ നിന്ന് ആരംഭിക്കും. മനസ്സൂചിപ്പിച്ച പോലെ ഇവർക്ക് വലിയ ദുഃഖമാണ് ഒരു നാടിനാകെ നൽകിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് CHUവിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രതികരിച്ചതുപോലെ തന്നെ ഈ സംഭവത്തിൽ ഒരു നാടാകെ ഒറ്റക്കെട്ടായി അവർ ഹർത്താലിനോട് പൂർണ്ണമായി സഹകരിക്കുന്ന കാഴ്ച ആണ്. അതായത് ഈ പുറത്തുള്ള മറ്റ് പ്രചരണങ്ങളെല്ലാം പെരുന്നാട്ടിലെ ജനങ്ങൾ തള്ളിക്കളയുന്നു. അതുകൊണ്ടാണ് പെരുന്നാട്ടിലെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് അവർ ഹർത്താലിനോട് പൂർണ്ണമായി യോജിക്കുന്നത്. ഇപ്പം ഈ കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് വിലാപയാത്രയെ മൃതദേഹം ആദ്യം കോന്നി ടൗണിലെത്തും. അവിടെ ആളുകൾക്ക് കാണുവാൻ ചെറിയ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം പെരുന്നാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുൻവശത്ത് തയ്യാറാക്കിയിരുന്ന പ്രത്യേക പന്തലിൽ എത്തിക്കും. അവിടെയാണ് പ്രദർശനം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ ഉൾപ്പെടെയുള്ള സഖാക്കൾ ഇവിടെ എത്തി അന്തിമ ഉപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 11:30 തന്നെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും 2 മണിക്കാണ് സംസ്കാരം ചടങ്ങുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് ഈ സംഭവം തുടങ്ങുമ്പോൾ തന്നെ അന്ന് ഈ സംഭവത്തിന് സാക്ഷിയായും ഈ സംഘർഷത്തിൽ ഒരു ഭാഗത്ത് നിന്ന് ഇതിനോടൊപ്പം നിന്ന വിഷ്ണുവിനെ ഉൾപ്പെടെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. വിഷ്ണു ഉൾപ്പെടെയുള്ള ആളുകൾ ഏറെ ദുഃഖത്തോടെ തന്നെയാണ് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വിഷ്ണു മാത്രമല്ല, അവരുടെ പ്രിയപ്പെട്ട സഖാക്കൾ ഇപ്പോൾ ബെഞ്ചമിൻ ജോസ് ഇപ്പോൾ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു നാടിന്റെ പ്രിയപ്പെട്ട ഓമനാപുത്രൻ ധീരസഖാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഹരിദാസ് ഈ സ്റ്റേറ്റിന്റെ ജില്ലാ പ്രസിഡന്റ് ഈ ചെങ്കൊടി പതിപ്പിക്കുന്നതിന് മുമ്പേ നടത്തിയ ചെറിയൊരു സംഭാഷണത്തിൽ പറഞ്ഞത് സാക്ഷി ജിതിൻ ഷാജിയുടെ ജിതിൻ ഷാജിക്ക് വിരോചിതമായ തന്നെ ഒരു യാത്രയപ്പ് നൽകാൻ ഒരു നാട്
ഒരുങ്ങിയിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജിലെ മോർച്ചറിൽ നിന്ന് കൊണ്ടുപോകും. ചുറ്റി നിൽക്കുന്ന മനുഷ്യരെ കണ്ടോ? എപ്പോഴും ജിതിൻ്റെ കൂടെ സുജു, ഞാൻ ആ കൂടി നിൽക്കുന്ന ആളുകളുടെ മുഖം ഇങ്ങനെ കാണുകയായിരുന്നു. എപ്പോഴും ജിതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യരാണെന്ന് തോന്നുന്നു. അവരുടെയൊക്കെ മുഖത്ത് സങ്കടം ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. അതേ ഒരു വികാരം തന്നെയാണ് ഇവിടെ നിന്ന് ഇത്രയും ദൂരെ നിന്ന് സംസാരിക്കുമ്പോൾ പോലും ഞങ്ങൾക്കും പങ്കുവയ്ക്കാൻ പറ്റുന്നത്. സഖാവ് എന്ന് പറയുന്ന ആ ഒരു ബന്ധം, സഖാത്തം, അതെ, അത് നമ്മളെല്ലാവരെയും ഇങ്ങനെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഏറ്റവും സങ്കടം അനുഭവപ്പെടുത്തുന്നുണ്ട് ഈ സമയത്ത്. മുഖത്തെ ആ ദുഃഖം അവരുടെ ഇപ്പോൾ ആ നിൽക്കുന്ന ആളുടെ മുഖത്തെ ദുഃഖവും അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് ശരീരത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ജിതിന്റെ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക്, അത് തന്നെയാണ് ആ ചിത്രങ്ങൾ തന്നെയാണ് നമ്മുടെ കഥ പറയുന്നത്. എത്രത്തോളം ഹൃദയം പൊട്ടിയാണ് ആ ദൃശ്യങ്ങൾ കാണുന്ന ആളുകൾ നിൽക്കുന്നത്. അവരുടെ ശരീരത്തല്ല, അവർക്ക് മനസ്സിലാണ് ജിതിൻ ഷാജി ഉള്ളത്. അതുകൊണ്ടാണ് ചിത്രങ്ങളുടെ അനുശോചന കാർഡ് അവിടെ പിൻ ചെയ്ത് വെക്കുമ്പോൾ അത് ഹൃദയത്തിൽ തന്നെയാണ് പിൻ ചെയ്ത് വെക്കുന്നത്. അത്രത്തോളം വലിയ ദുഃഖത്തിൽ അതിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ട്, ജിതിന്റെ ഉറ്റ സുഹൃത്തുക്കളുണ്ട്, അവിടുത്തെ പാർട്ടി അംഗങ്ങൾ, CITUവിന്റെ പ്രവർത്തകരൊക്കെ തന്നെയുണ്ട്. എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ്. വലിയ ആ ദുഃഖം തന്നെയാണ് ഈ പ്രദേശത്ത് ഉള്ള ആളുകളുടെ എല്ലാ ദുഃഖത്തും എടുത്തു എടുത്തു പറയുന്നത്. സമാധാനപരമായി നടന്നു പോകേണ്ട ഒരു സമൂഹത്തിൽ ജിതിന്റെ കൊലപാതകത്തെ തന്നെ പറയേണ്ടതുണ്ട്. കാരണം രണ്ടുപേർ ഒരു സംഘർഷ സ്ഥലത്തേക്ക് എത്തുന്നു, അവിടെ ജിതിനെത്തുന്നുണ്ട്. കാരണം രണ്ടുപേർ ഒരു സംഘർഷ സ്ഥലത്തേക്ക് എത്തുന്നു, അവിടെ ജിതിനെത്തുന്നത് ആയുധമായിട്ടല്ല, പകരം ആ സംഘർഷത്തെ അവസാനിപ്പിക്കുവാൻ സമാധാനത്തിൻ്റെ ശ്രമമായി ജിതിനെത്തുമ്പോൾ അവിടേക്ക് വന്ന മറ്റൊരു വ്യക്തിയാണ് വിഷ്ണു എത്തുന്നു, ആയുധമായി എത്തുന്നു. ആ ആയുധമാണ് ജിതിൻ്റെ ഇപ്പോൾ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ചേതനയേറ്റ ശരീരമായി കിടക്കുന്ന ജിതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോഴും ആ ഒരു പക്ഷേ ഇന്ന് സന്തോഷത്തോടെ കഴിയേണ്ടിരുന്ന ഒരു കുടുംബത്തെയാണ് വലിയ ദുഃഖത്തിലായി. അച്ഛൻ ഈ ഒപ്പം നിൽക്കുന്ന ആൾ, ജിതിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാൽ അടുത്തിരിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവരുടെ വലിയ ദുഃഖം, അച്ഛൻ്റെ വാക്കുകൾ തന്നെ നമുക്കിവിടെ എടുത്തു പറയേണ്ടതാണ്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഈ കാപാലികർ അവസാനിപ്പിച്ച സംഘപരിവാർ കൊലപാതകൾ അവസാനിപ്പിച്ചത് തന്നെയാണ്. ആ കുടുംബത്തിൻ്റെ ദുഃഖം കാണുന്നവർക്ക് ആർക്കും സഹിക്കാൻ സാധ്യമല്ല. അവർ വലിയ വിഷമത്തോടെ മൃതശരീരത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു രംഗം, അത് അത്തരം ഒരു രംഗം സൃഷ്ടിച്ചത് ഈ പറഞ്ഞ സംഘപരിവാർ കൊലപാതകൾ തന്നെയാണ്. അവരുടെ ഒരു മനുഷ്യത്വരഹിതമായ പ്രവർത്തനം കടാര കൊണ്ട് കൊലപ്പെടുത്തുക എന്നതാണ് ഈ പ്രതികളുടെ ഒരു അച്ഛൻ്റെ വാക്കുകൾ തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിരിക്കും. തങ്ങളുടെ തൻ്റെ പൊന്നോമന ഏറ്റവും സങ്കടകരമെന്ന് പറയുന്നത് ഈ മാസം 4-ാം തീയതിയായിരുന്നു, ഫെബ്രുവരി 4-നായിരുന്നു ജിതിൻ്റെ 34ാമത്തെ വയസ്സ് ബർത്ത്ഡേ. ആ ബർത്ത്ഡേ ആഘോഷങ്ങളെല്ലാം പിന്നിട്ട് കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് 4-ാം തീയതി ബർത്ത്ഡേ ആണെങ്കിൽ ഒരു 12 ദിവസം ബർത്ത്ഡേ ആഘോഷിച്ച് കഴിയുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനൊരു നിഷ്ഠൂരമായ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ. അങ്ങനെ ഒരു ജന്മദിനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആ ആഘോഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ജിതിനെ സംഘപരിവാർ കൊലപാതകികൾ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റവും ദുഃഖകരമായ സംഭവം തന്നെയാണ് മനു. ഇപ്പം വിലാപയാത്ര ആരംഭിക്കാൻ പോവുകയാണ്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനു, ഇവിടെ നിന്ന് നേരെ പെരുന്നാട്ടിലേക്ക് വീട്ടിലേക്കാണോ അതോ ഈ വിലാപയാത്രയിൽ പൊതുദർശനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? നമുക്ക് അതിലൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ഈ അവസരത്തിലും റോബിനുണ്ട്. റോബിൻ, ഈ വിലാപയാത്ര എങ്ങനെ കടന്നു പോകുന്നു? വിലാപയാത്ര നമ്മുടെ ഇവിടുന്ന് ആരംഭിച്ച് കോന്നി ചെന്നിട്ട് അവിടുന്ന് കുമ്പഴ വഴി പെരുന്നാട്ടിലോട്ടാണ് നമ്മുടെ വിലാപയാത്ര നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പെരുന്നാട് വലിയപാലത്തിൻ്റെ അവിടെ പാർട്ടി ഓഫീസിൽ രാവിലെ 9:30 മുതൽ 11:30 വരെയാണ് പൊതുദർശനം. ഇന്ന് സംസ്കാരം 2 മണിക്ക് വീട്ടുവളപ്പിലാണ്. അതുവരെ അതിൻ്റെ ദുഃഖസൂചകമായി ആദരസൂചകമായി പെരുന്നാട്ടിൽ CPM നേതൃത്വത്തിൽ ഹർത്താലും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു കാര്യമുണ്ട്, റോബിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. റോബിനാണ് ഈ മൃതദേഹം കണ്ടൊരു വ്യക്തിയാണ്, ആർക്കും സഹിക്കാൻ പറ്റില്ല, അത്രമാത്രം അരിങ്കൊലയാണ് റോബിൻ പറഞ്ഞിരുന്നത്. ഒരു ചെറുപ്പക്കാരുടെ കാട്ടിനെ പറ്റി അതിഭീകരമായ രീതിയിലുള്ള മുറിവുകളാണ് സഹന് പറ്റിയിട്ടുള്ളത്. ബോധപൂർവം കൊല്ലാൻ വേണ്ടി തന്നെ ശ്രമിച്ചതാണ്. ഒരുപാട് വെട്ടുകളുണ്ട് സഹയുടെ ശരീരത്തിൽ. അതിൽ ഏത് വെട്ടാണ് മരണകാരണമെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആഴമേറിയ മുറിവുകളാണ് എല്ലാം. കാലിന് കിട്ടിയ മുറിവ് വരെ അതിഭയങ്കര ആഴമാണ്, വെയിൻ വരെ കട്ട് ചെയ്ത് കിടക്കുന്നൊരു സാഹചര്യമാണ്. അത് ഒരു മനുഷ്യനായി ജനിച്ച ഒരാൾക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അത് മാത്രമേ നമുക്ക് സൂചിപ്പിക്കുകയുള്ളൂ. മനുഷ്യനായി ജനിച്ച മനുഷ്യത്വം മനസ്സിലുള്ള ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ
ആർക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും ചെയ്യാൻ ഏതായാലും കഴിയില്ല. ഇപ്പോൾ അതാണ് എനിക്ക് വിലാപയാത്രയും സൂചിപ്പിക്കാനുള്ളത്. ആംബുലൻസ് മൃതദേഹവുമായി പുറപ്പെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞു. പെരുന്നാട്ടിലേക്കാണ് വിലാപയാത്ര പോകുന്നത്. 2 മണിയോടുകൂടി പെരുന്നാട്ടിലുള്ള പാർട്ടി ഓഫീസിൽ 2 മണി വരെ പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ, അല്ലേ? വീട്ടുവളപ്പിലാണ് 2 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ഇപ്പോൾ സുജു നമുക്ക് നൽകിയത്. ഏറ്റവും സങ്കടത്തോടെ ആ പ്രിയപ്പെട്ട സഖാവിന് യാത്രാമൊഴി നൽകുകയാണ് ഒരു നാട്. ജിതിൻ ഷാജിയുടെ രക്തസാക്ഷിത്വം അത് വെറുതെയാകില്ല എന്ന് ആ നാട് വിളിച്ചു പറയുന്നുണ്ട്. കണ്ടമിടറിക്കൊണ്ടാണെന്നുണ്ടെങ്കിലും അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രിയ സഖാക്കളെല്ലാം തന്നെ ജിതിനെ അനുഗമിക്കുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത്.